ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ USA ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. ഇവങ്ങൾ പലരുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞാണ്, ഇൻ്റർവ്യൂ കഴിയാതിരിക്കുന്നവരുണ്ടാവും, ഇൻ്റർവ്യൂവിന് പോകാൻ പോകുന്നവരുണ്ടാവും. അപ്പം USA ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന മുമ്പായിട്ട് USA എങ്ങനെ നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട്, എഫിഷ്യൻ്റായിട്ട്, കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ട്രാവൽ പ്ലാൻ ചെയ്യാം. ഫ്ലൈറ്റ് ടിക്കറ്റ് ടു ഹോട്ടൽ റിസർവേഷൻ ടു പബ്ലിക് ട്രാൻസിറ്റ്, എങ്ങനെ നിങ്ങളുടെ ട്രാവൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ മുഴുവൻ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. അപ്പം നേരെ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യം, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണോ? വേണ്ട. ദ ഓഫീസർ ഡോണ്ട് എക്സ്പെക്ട് യു ടു ഹാവ് എനി ബുക്കിംഗ്സ് അൺടിൽ യുവർ വിസ ഈസ് അപ്രൂവ്ഡ്. നിങ്ങൾ വിസ അപ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ബുക്കിംഗ് അവിടെ ആവശ്യമില്ല. കാരണം ചില സാഹചര്യങ്ങളിൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ വിസ അപ്രൂവ് ആകുന്നതിന് മുമ്പ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ, യെസ് ഐ ഹാവ് ഓൾറെഡി ബുക്ക് ദ ടിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് an over confidence, right? You are pretty damn sure that the visa will be approved. So അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സോ വിസ അപ്രൂവ് ആകുന്നതിന് മുമ്പായിട്ട് you don't have to book any reservations such as hotels, flights, nothing. So ചോദിക്കും, യു ക്യാൻ DS-160 ഫില്ല് ചെയ്യുന്ന ടൈമിൽ പ്ലേസ് ഓഫ് സ്റ്റേ ഇൻ US ചോദിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഹോട്ടൽ അഡ്രസ് കൊടുക്കാം. ബട്ട് ബുക്ക് ചെയ്യണം നിർബന്ധമില്ല. അത് നിങ്ങൾ വിസ കിട്ടിക്കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് മാത്രം ബുക്ക് ചെയ്താൽ മതിയാവും. പിന്നെ ഫ്ലൈറ്റ്, പിന്നെ ഇത് മാത്രമല്ല, നിങ്ങൾ ഇൻ്റർവ്യൂവിന് കഴിയുന്നതിന് മുമ്പ് ബുക്ക് ചെയ്യുന്നതിൽ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിസ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പല ടിക്കറ്റുകളും ഒരുപാട് പ്രൈസാണ്, നിങ്ങൾക്ക് ഒരുപാട് പൈസ റീഫണ്ടിൽ നഷ്ടമാവും. അപ്പം അതുകൊണ്ട് അത് ഒരു റിസ്ക് ആണെന്ന് പറയാം. പിന്നെ ബുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, പിന്നെ നിങ്ങൾ USA ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോഴും നിങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റ്, അല്ലെങ്കിൽ ഡമ്മി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഡമ്മി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു വാലിഡ് PNR ഉണ്ടാകും, ബട്ട് ഇറ്റ്സ് നോട്ട് എ വാലിഡ് ടിക്കറ്റ്. ഇത് ഒരു റിയൽ ടിക്കറ്റ് തന്നെയാണ്. നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അത് ക്യാൻസൽ ചെയ്യുന്നുള്ളതാണ്. മനസ്സിലായില്ല? ഡമ്മി ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ചില സൈറ്റുകളുണ്ട്. dummyticket.com, visareservation.com, onwardticket.com, ബുക്ക് via US.com, അങ്ങനെ കുറച്ച് സൈറ്റുകൾ ഞാനതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെക്കുന്നുണ്ട്. സോ ഇഫ് യു നീഡ് ഡമ്മി ടിക്കറ്റ്സ് യു ക്യാൻ സ്റ്റാർട്ട് ബുക്കിംഗ് ഡമ്മി ടിക്കറ്റ് ഫ്രം ദീസ് വെബ്സൈറ്റ്സ്. പിന്നെ ഇഫ് യു വാണ്ട് ഫുള്ളി റീഫണ്ടബിൾ ടിക്കറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മേക്ക് മൈ ട്രിപ്പിന്റെ സീറോ ക്യാൻസലേഷൻ ആഡ് ഓൺ ഉണ്ട്. അതല്ലാതെ ഓൾ മേജർ എയർലൈൻസ് സച്ച് ആസ് എമിറേറ്റ്സ്, ഖത്തർ എയർവേസ്, എത്തിഹാദ്, എയർ ഇന്ത്യ, ലുഫ്താൻസ, ഇവർക്കൊക്കെ ഇഫ് യു പേ എ സ്മോൾ ഫീ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ഫുൾ റീഫണ്ട്. സോ ഫുള്ളി റീഫണ്ടബിൾ ആയിട്ടുള്ള ടിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ക്യാരിയേഴ്സിനെ ചൂസ് ചെയ്യുക, എന്നിട്ട് അവർ വഴി ടിക്കറ്റ് ചെയ്യുക. അപ്പോൾ സോ ഈവൻ ഇഫ് യുവർ വിസ ഈസ് നോട്ട് approved, you can cancel the ticket and get a full refund. പിന്നെ ബഡ്ജറ്റ് ഫ്ലൈറ്റ് ബുക്കിംഗ്സിന് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഗൂഗിൾ ഫ്ലൈറ്റ്സ് ഉണ്ട്, kiwi.com ഉണ്ട്, മൊമോണ്ടോ എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്, സ്കൈ സ്കാനർ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാം. ഇത് ആക്ച്വൽ ട്രാവലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ ഇൻ്റർവ്യൂവിന് മുമ്പുള്ള കാര്യമല്ല, വിസ അപ്രൂവ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. Choose alternate airports, like for example Oakland instead of San Francisco. മെയിൻ എയർപോർട്ടിൽ പോകുന്നതിന് പകരമായിട്ട് അതിൻ്റെ അടുത്തുള്ള എയർപോർട്ടിൽ പോയി കുറച്ചുകൂടി ചാർജസ് നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നെവാക്ക് ഇൻസ്റ്റെഡ് ഓഫ് JFK. സോ ന്യൂയോർക്കിൽ പോകുന്നതിന് പകരം നെവാക്കിൽ പോയിട്ട് അവിടുന്ന് നമുക്ക് ട്രാവൽ ചെയ്യാം. സോ ഇത് ആൾട്ടർനേറ്റ് എയർപോർട്ട്സിലേക്കുള്ള ബുക്കിംഗ് ഒരു ഓപ്ഷനാണ് കേട്ടോ. പിന്നെ പ്രൈസ് ട്രാക്ക് ചെയ്യാനായിട്ട് ഹോപ്പർ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതുപോലെ ടെലിഗ്രാമിൽ ഒരു ബോട്ടുണ്ട്, അതിലും നിങ്ങൾക്ക് എയർ ഫെയർസ് ട്രാക്ക് ചെയ്യാം. വെൻ ദ ഫെയർസ് കം ഡൗൺ യു വിൽ ഗെറ്റ് എൻ അലർട്ട് വിത്ത് ഹോപ്പർ ആപ്പ് ഓർ ദ ടെലിഗ്രാം ബോട്ട്. I will also include the link in the description for the Telegram app and Hopper. പിന്നെ അക്കോമഡേഷൻ ബുക്ക് ചെയ്യാന്ന് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി. booking.com ഉണ്ട്, Airbnb ഉണ്ട്, ഹോസ്റ്റൽ വേൾഡ് ഉണ്ട്, പിന്നെ മോട്ടൽ 6, സൂപ്പർ 8, റെഡ് റൂഫ് ഇങ്ങനത്തെ മോട്ടൽ ചെയിൻസും ഉണ്ട്. ഇതൊക്കെ വളരെ ഡെയിലി ഒരു $20 to $30 നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളാണ് ഈ മോട്ടൽ 6, സൂപ്പർ 8 ആൻഡ് റെഡ് റൂഫ് ഇതൊക്കെ ഒരു US ഫുള്ള് വ്യാപിച്ചിരിക്കുന്ന മോട്ടൽ ചെയിൻസ് ആണ്. ഫോർ booking.com നിങ്ങൾക്ക് സീറോ ക്യാൻസലേഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസലേഷൻ ചാർജസ് ഉണ്ടാവില്ല, ഈവൻ ഇഫ് യു വാണ്ട് ടു ക്യാൻസൽ ദ അക്കോമഡേഷൻ. സോ
ആപ്പുകളുണ്ട് വേറെ. ഹോട്ടൽ ടു നൈറ്റ്, പ്രൈസ് ലൈൻ എക്സ്പ്രസ് ഡീൽസ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ഹോട്ടൽ ബുക്കിംഗ് അല്ലെങ്കിൽ ഹോട്ടൽ റിസർവേഷൻ ഡീൽസിനൊക്കെ വേണ്ടിയിട്ട് ഈ ആപ്സ് ഉപയോഗിക്കാം. പിന്നെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ ടു ഫൈൻഡ് അക്കോമഡേഷൻ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ഷെയർഡ് അക്കോമഡേഷൻ ലൈക്ക് ഇന്ത്യൻസ് ഇൻ ന്യൂയോർക്ക്, സൗത്ത് ഏഷ്യൻസ് ഇൻ ഡള്ളസ്, ഇങ്ങനെയുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് റൂം ഷെയറിംഗ് താല്പര്യമുള്ള ആൾക്കാരുടെ പോസ്റ്റുകൾ കാണാം. അവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവരുമായിട്ട് ഒരു അറേഞ്ച്മെന്റിൽ എത്തിയിട്ട് നിങ്ങൾക്ക് അവരുടെ റൂം ഷെയർ ചെയ്യാവുന്നതാണ്. സോ ദിസ് വേ ഓൾ സോഷ്യൽ മീഡിയ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ മീൻ എസ്പെഷ്യലി ഫേസ്ബുക്ക് യു ക്യാൻ ഫൈൻഡ് ചീപ്പ് ഷെയർഡ് അക്കോമഡേഷൻ വിത്ത് ഇന്ത്യൻസ്. എൻവൈസ് ന്യൂയോർക്ക് മെട്രോയുടെ മെട്രോ കാർഡോ അല്ലെങ്കിൽ LAയുടെ ടാപ്പോ അങ്ങനെ ഡിസ്കൗണ്ട് പബ്ലിക് ട്രാവൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ കാറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്യൂറോ എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിക്കാം. എന്താ പറയുക, കാർസിന് വേണ്ടിയിട്ടുള്ള Airbnb എന്ന് വേണമെങ്കിൽ പറയാം ട്യൂറോയെ. സോ ട്യൂറോ പിന്നെ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഈസിം എടുക്കാം നിങ്ങൾക്ക്. ഏരാളോ അല്ലെങ്കിൽ നോമാഡ് ആപ്പ് എന്ന ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈസിം, അതൊരു $5 സ്റ്റാർട്ട് ചെയ്യുന്ന കണക്ടിവിറ്റിയാണ്. യു കൻ ഗോ എനിവെയർ ഇൻ US. സോ ഈ സ്ട്രാറ്റജീസ് ഒക്കെ കൊണ്ട് നിങ്ങളുടെ ട്രാവൽ നിങ്ങൾക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആക്കാം, ചീപ്പ് ആക്കാം. അത് മാത്രമല്ല നിങ്ങളുടെ ട്രാവൽ മോർ എഫിഷ്യൻ്റ് ആകും. നിങ്ങൾക്ക് യു കൻ ട്രാവൽ സ്മാർട്ടർ, നോട്ട് ഹാർഡർ. ഐ മീൻ നോ. സോ ഈ ട്രിപ്പുകളെല്ലാം ഈ പറഞ്ഞ സൈറ്റുകളും ആപ്പുകളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ് ആൻഡ് hope you have enjoyed this video, and I will be back with another video. See you soon guys. Have a great day. I'm signing off. Bye bye.